ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നീറ്റ് വീക്ക്ലി ടെസ്റ്റ് 5 ഏകദേശം കുട്ടികളൊക്കെ എഴുതി. അപ്പോൾ ഞാനതിൻ്റെ അനാലിസിസിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഞാനതിൻ്റെ ലീഡർ ബോർഡ് ഞാനിവിടെ വായിക്കാം. നിങ്ങളുടെ പേരും അതുപോലെ പ്രോപ്പർ പ്ലേസും എക്സാം എഴുതുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കുട്ടികളുടെ പേരും അതുപോലെ മാർക്കും ഞാൻ വായിക്കാം. നമുക്ക് ഇനി വരുന്ന വീക്ക്ലി ടെസ്റ്റുകൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓരോ വീക്ക്ലി ടെസ്റ്റിൻ്റെ മുന്നേ തന്നെ ഞാൻ ടോപ്പിക് അനൗൺസ് ചെയ്യും. അതുപയോഗിച്ചിട്ട് നിങ്ങൾ കൃത്യമായി പഠിച്ച് നന്നായിട്ട് തന്നെ എക്സാം എഴുതണം. എല്ലാവരും നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വീക്ക്ലി ടെസ്റ്റ് 5ൻ്റെ ടോപ്പിക്സ് നമ്മൾ ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും അതുപോലെ കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രിയും ബയോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷനുമായിരുന്നു. ആ ടെസ്റ്റിൻ്റെ ലീഡർ ബോർഡാണ് ഞാനിവിടെ വായിക്കുന്നത്. ഷെയ്മ ഷെയ്ഖ് ഫ്രം കൊല്ലം ഹാസ് ഗോട്ട് 191 മാർക്സ് ആൻഡ് ഫർഹാന ഫ്രം മലപ്പുറം ഷീ ഹാസ് ഗോട്ട് 176 മാർക്സ് ഔട്ട് ഓഫ് 240. ആൻഡ് ആൾസോ വി ഹാവ് ഫാത്തിമ ഫ്രം കാലിക്കറ്റ്. She has got 152. And Anamika from Trivandrum, she has got 134. And Amna from Kayamkulam, she has got 139. ഇതാണ് 100ൻ്റെ മുകളിലുള്ള സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ്. പിന്നെ 100ൻ്റെ താഴെ മാർക്കുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും വായിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്തല്ലോ, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്തു. ഇനി അടുത്ത എക്സാം മുതൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എല്ലാവരും എക്സാം എഴുതുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ലെക്ചേഴ്സ് അപ്ലോഡ് ചെയ്യപ്പെടും. അതുപോലെ നമ്മുടെ നോട്ട്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. പിന്നീട് ഏതെങ്കിലും ഒരു ഗൈഡ് ഉപയോഗിച്ചിട്ട് കുറേ കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. എല്ലാവരും എക്സാംസിനെ അതിൻ്റേതായ സീരിയസിൽ തന്നെ കാണുക. അടുത്ത നമ്മുടെ വീക്ക്ലി ടെസ്റ്റിൻ്റെ ടോപ്പിക്സ് വരുന്നത് ബയോളജിയിൽ നിന്നും അനിമൽ കിങ്ഡമാണ്. അതുപോലെ ഫിസിക്സിൽ നിന്നും ലോസ് ഓഫ് മോഷനും കെമിസ്ട്രിയിൽ നിന്നും കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത എക്സാമിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത എക്സാമിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.